ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മളെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ് ഇന്ത്യൻ റെയിൽവേയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ എപ്പം വരും, 23-ാം തീയതി നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങും എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരുന്നു. അപ്പം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ. അപ്പം അതിന്റെ അപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന്, വളരെ നാളായിട്ട് കാത്തിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു വേക്കൻസിയാണ് ഈ വന്നിരിക്കുന്നത്. വളരെയേറെ വേക്കൻസി ഉണ്ട്. ഇതിനകത്ത് പ്രത്യേകം പറയേണ്ട കാര്യം, നമ്മൾ 10 പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇടയിൽ പലരും 10 പാസ്സായിട്ട് ജോലി ഇല്ലാതിരിക്കുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ മുന്നോട്ട് പഠിക്കുവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പഠിച്ച് 12ാം ക്ലാസ് ഫെയിലായി പോയി. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഇന്ത്യൻ റെയിൽവേ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് നേരത്തെ എല്ലാം ഒരു ട്രേഡ്മാൻ ഒരു ഗ്രൂപ്പിലുള്ള വേക്കൻസിയാണ്, ഡി ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ് മിക്കതും. പക്ഷെ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കണം. നമുക്ക് എങ്ങനെയാണ് അതിൽ അപേക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത്, നോട്ടിഫിക്കേഷനിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിന്റെ സ്റ്റാർട്ടിങ് ആയത്. ഞാൻ പറഞ്ഞു 23-ാം തീയതി തൊട്ട് സ്റ്റാർട്ടിങ് ആയി. അല്ലെങ്കിൽ എന്ന് വരെ ഇതിന്റെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് മെയിൻ കാര്യം. നിങ്ങൾ അപ്ലൈ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്നുള്ള ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. RRB റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ ഔട്ട് ഫോർ 32,438 വേക്കൻസിയാണുള്ളത്. ഗ്രൂപ്പ് ഡി പോസ്റ്റാണ്. 32,000 32,438 വേക്കൻസി ഉണ്ട് ഇതിനകത്ത്. പോസ്റ്റുകൾ വേക്കൻസി ആയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷിക്കണം. 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള, 10ാം ക്ലാസ് ജയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ നല്ലൊരു വേക്കൻസിയാണ്. നമ്മൾ 10ാം ക്ലാസ് ഇത് 31, ചില പോസ്റ്റുകൾക്ക് 31 വയസ്സ് വരെയും, ചില പോസ്റ്റുകൾക്ക് 33 വയസ്സ് വരെയും ഉണ്ട്. അപ്പം ആ ഒരു ആർമി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അവിടെ 25 വയസ്സായിരിക്കും. 18 തൊട്ട് 25 വയസ്സ് വരെയുള്ളവരായിരിക്കും. പക്ഷെ റെയിൽവേയുടെ കാര്യത്തിൽ അത് 18 തൊട്ട് 31, 33ലേക്കും വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അത് കണക്ക് തന്നെ 33 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കുവാൻ പറ്റും. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണുക. കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ശരി, എന്നാൽ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നെയിം ഓഫ് ദ ഓർഗനൈസേഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB. ലാസ്റ്റ് ഡേറ്റ് 22 ഫെബ്രുവരി 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഇപ്പോൾ അപ്ലൈ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈയുടെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ടോട്ടൽ വേക്കൻസീസ് 32,438 പോസ്റ്റാണ്. നെയിം ഓഫ് ദ പോസ്റ്റ് ഗ്രൂപ്പ് ഡി. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. കാറ്റഗറി സെൻട്രൽ ഗവൺമെന്റ് ജോബാണിത്. റെയിൽവേയുടെ ജോബ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് റെയിൽവേയുടെ ജോബ്. അപ്പം ജോബ് ലൊക്കേഷൻ ആൾ ഇന്ത്യ. ഇനി ഇവിടെ പോസ്റ്റ് വൈസ് വേക്കൻസി എത്ര, ഒരു പോസ്റ്റിന് എത്ര വേക്കൻസി ആണെന്നുള്ള, അല്ലെങ്കിൽ പോസ്റ്റുകൾ ഏതാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പോസ്റ്റ് നെയിം വേക്കൻസീസ്. പോയിന്റ്സ് മാൻ ബി 5058 പോസ്റ്റ് ഉണ്ട്. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 799 ഉണ്ട്. അസിസ്റ്റന്റ് ബ്രിഡ്ജ് 301 ഉണ്ട്. ട്രാക്ക് മെയിൻറ്റെയിനർ 13,187 ഉണ്ട്. അസിസ്റ്റന്റ് പി വേ 257 ഉണ്ട്. അസിസ്റ്റന്റ് C&W 2,587 ഉണ്ട്. അസിസ്റ്റന്റ് TRD 1,381 ഉണ്ട്. അസിസ്റ്റന്റ് S&T 2012 ഉണ്ട്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ 420 ഉണ്ട്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ 950 ഉണ്ട്. അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ 744. അസിസ്റ്റന്റ്. ഇതിന്റെ ഏജ് ലിമിറ്റിനെ പറ്റി, ദ കാൻഡിഡേറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 18 ഇയേഴ്സ്. 18 വയസ്സിൽ കുറയാൻ പാടില്ല. ഏജ് ആൻഡ് നോട്ട് മോർ ദാൻ 33 ഇയേഴ്സ് ഓഫ് ഏജ് ആസ് ഓൺ 1 ജനുവരി 2025. ജനുവരി 2025 1-ാം തീയതി നിങ്ങൾക്ക്
18 വർഷം തികഞ്ഞിരിക്കണം, 33 വർഷം കഴിയാനും പാടില്ല. അതാണ് ഇതിന് പറയുന്നത്. ST കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഇളവുണ്ട്. അത് കണക്ക് തന്നെ SC കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഇളവുണ്ട്, OBCക്ക് 3 വർഷത്തെ ഇളവ്. അതായത് ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ST കാൻഡിഡേറ്റ് 33, 5, 38 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുകൂടാതെ SC കാൻഡിഡേറ്റിന്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കാൻഡിഡേറ്റിന് അതുപോലെ തന്നെ 33 തൊട്ട് 18 തൊട്ട് 38 വർഷം വരെ അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റിന് 18 തൊട്ട് 36 വർഷം വരെ അപ്ലൈ ചെയ്യാം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ് ഷുഡ് പോസസ് മെട്രിക്കുലേഷൻ, 10ാം ക്ലാസ് മാത്രം പാസ്സായാൽ മതി. ITI സർട്ടിഫിക്കേഷൻ ഇൻ റിലിവന്റ് ട്രേഡ്. കാൻഡിഡേറ്റ് ഷുഡ് പോസസ് മെട്രിക്കുലേഷൻ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ കാൻഡിഡേറ്റ് 500 രൂപയാണ്, OBC കാൻഡിഡേറ്റ് 500 രൂപയാണ്, EWS കാൻഡിഡേറ്റ് 500 രൂപ, SC ST 250 രൂപയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബൽ 250, ബാക്കി എല്ലാവരും 500 രൂപ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇനി സെലക്ഷൻ പ്രോസസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ആദ്യം CBT ആയിരിക്കും, അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് വരും. മെയിൽ കാൻഡിഡേറ്റ് 35 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റ് കൊണ്ട് തന്നെ 1000 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഓടണം. 15 സെക്കൻഡ് 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടണം. ഒളി ഫോർ 1 ചാൻസ്. ഇതൊക്കെ ചെയ്യുന്നതിന് ഒറ്റ ചാൻസേ ഉള്ളൂ. ഫീമെയിൽ ഷുഡ് ബി ലിഫ്റ്റ് ആൻഡ് കാരി 20 kg വെയിറ്റ് ഫോർ ഡിസ്റ്റൻസ് 100 മീറ്റർ. അതായത് 20 കിലോ എടുത്തുകൊണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റ് 20 കിലോ എടുത്തുകൊണ്ട് 100 മീറ്റർ, 1000 മീറ്റർ റണ്ണിങ് ഇൻ 5 മിനിറ്റ് 40 സെക്കൻഡ്. 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് 1000 മീറ്റർ ഓടണം. ഇത് ഫീമെയിലിനുള്ളതാണ്. ഹൗ ടു അപ്ലൈ? RRB Railway Group D recruitment. Interested and eligible candidate can apply online for RRB Railway Group D recruitment. ശ്രദ്ധിക്കുക, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഇൻട്രസ്റ്റഡ് ആൻഡ് എലിജിബിൾ കാൻഡിഡേറ്റ് can apply online for RRB Railway Group D recruitment 2025 visiting the official recruitment portal. They can follow the step given below. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റെപ്പിലൂടെ നിങ്ങൾക്ക് റെയിൽവേയുടെ ആ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകണ്ട. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെയിൽവേയുടെ വെബ്സൈറ്റിൽ പോവും, റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ പോവും. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്യാം. അത് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിക്കുന്നുണ്ട് താഴെ, അത് നിങ്ങൾ കണ്ടോണം. ബാക്കി ഇവിടെ പറയുന്നുണ്ട് സ്റ്റെപ്പ് 5 അപ്ലോഡ് യുവർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ആൻഡ് അതർ റിക്വയർഡ് ഡോക്യുമെന്റ്സ്. Pay the application fees as per your category and finally click on the submit button. Don't forget to take the printout of the submit. നിങ്ങൾ ആപ്ലിക്കേഷനിൽ അയച്ചു കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റ് ഓഫ് RRB Railway Group D recruitment 2020. The Railway Recruitment Board notification will released on 23rd December. 23-ാം തീയതി ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന്. And the date for the online application form start from 23rd January 2020. അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ അതായത് കഴിഞ്ഞ ഈ ജനുവരിക്ക് മുന്നുള്ള ഡിസംബറിൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന് ജനുവരി 23rd ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി. ലാസ്റ്റ് ഡേറ്റ് ഫോർ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഈസ് 22nd February. നിങ്ങൾക്ക് നല്ല സമയമുണ്ട്, 22nd February സമയമുണ്ട്. അപ്പൊ നല്ല കണക്ക് ഇതിനെപ്പറ്റി പഠിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ താഴെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിലേക്ക് പോകും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ വരും. റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് ആ ഒരു പോർട്ടലിലേക്ക് വരും, ആ ഒരു പേജിലേക്ക് വരും. പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ ക്ലിക്ക്, അപ്പൊ ഇതിനു മുന്നേ ഈ അപ്ലൈ എന്ന് കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഇതിനു മുന്നേ ഇത് റെയിൽവേയുടെ ഇതിൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൾറെഡി ഹാവ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതുവരെ റെയിൽവേയുടെ ഒരു പോസ്റ്റിനും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക.
ഞാനിപ്പോൾ പുതിയതാണെന്നുള്ള രീതിയിൽ ഞാൻ ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ നെയിം എഴുതണം. ഇവിടെ റീടൈപ്പ് ഫുൾ നെയിം ഒരിക്കൽ കൂടി എഴുതണം. ഇവിടെ ഹാവ് യു ചേഞ്ച് യുവർ നെയിം, ഇവിടെ നോ തന്നെ നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ ചേഞ്ച് ചെയ്യേണ്ട, ചിലപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ചില ചേഞ്ചസ് ചെയ്യണമെന്നാണ് ചോദിക്കണം. വേണ്ട, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട, നോ തന്നെ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. ഇവിടെ വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം. ഈ 2 പ്രാവശ്യം കൊടുക്കുന്നത് തെറ്റാതിരിക്കാൻ വേണ്ടി, കറക്റ്റായ ഡീറ്റെയിൽ അവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ജെൻഡർ ആണോ, നിങ്ങൾ എന്നതാണെന്നുള്ള നിങ്ങളുടെ ജെൻഡർ എഴുതുക, മെയിൽ, ഫീമെയിൽ, ടീൻ. അത് കഴിഞ്ഞിട്ട് അത് തന്നെ സെയിം ഇവിടെയും ചെയ്യുക. ഇവിടെ അത് തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫാദർ നെയിം എഴുതുക. വീണ്ടും ഇവിടെയും ഫാദർ നെയിം എഴുതുക. പിന്നെ ഇവിടെ മദർസ് നെയിം എഴുതുക. ഇവിടെ മദറിന്റെ പേര് എഴുതുക. വീണ്ടും ഇവിടെയും മദറിന്റെ പേര് എഴുതുക. അവിടെ നിന്ന് താഴോട്ട് വരിക. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ID, ഇവിടെ മദർ നെയിം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇമെയിൽ ID ചെയ്യുക. ഇമെയിൽ ID എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ജനറേറ്റ് ഇമെയിൽ OTP, നിങ്ങളുടെ ഇമെയിൽ OTP വരും. ആ OTP ഇവിടെ എഴുതുക. അത് കഴിയുമ്പോഴത്തേക്ക് മൊബൈൽ നമ്പർ എഴുതുക. മൊബൈൽ നമ്പറിൽ നിങ്ങളുടെ ജനറേറ്റ് മൊബൈൽ നമ്പർ OTP ചെയ്യുമ്പോഴത്തേക്ക് OTP ഇവിടെ വരും. അതിവിടെ എഴുതുക. വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എഴുതുക. ആധാർ കാർഡ് നമ്പർ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ജനറേറ്റ് ആധാർ OTP ഇവിടെ വരും. അത് വെരിഫൈ ചെയ്യുക. ഇത് ആധാർ കാർഡ് ഇല്ലെങ്കിൽ, ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഐ ഹിയർ ബൈ അതോറൈസ്ഡ് റിട്ടേൺ ബോർഡ് RRB, അത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഉണ്ടാക്കുക. ആ പാസ്വേഡിൽ ഇവിടെ പറയുന്നുണ്ട്, പാസ്വേഡ് ഷുഡ് ബി കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ലെറ്റർ. ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം, ഒരു സ്മാൾ ലെറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ആൻഡ് നമ്പേഴ്സ് വേണം. അപ്പം ഇത് ഇങ്ങനെ പാസ്വേഡ് ഉണ്ടാക്കി ഈ റോബർട്ട്, ഐ ആം നോട്ട് എ റോബർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നോക്കുക. പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ടിൽ നോക്കി നിങ്ങൾ വീണ്ടും എന്തെങ്കിലും കറക്ഷൻ വരണമെങ്കിൽ അവിടെ കറക്ഷൻ വരുത്തിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇത് ഓപ്പൺ ആവും. വീണ്ടും നിങ്ങൾ ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നിങ്ങൾ വന്നിട്ട് ഈ ആദ്യം നമ്മൾ കാണുന്ന ഇവിടെ പേജിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ച് ഈ ഒരു പേജിൽ വരണം. ഈ പേജിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കും, ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ചോദിക്കും. നിങ്ങളുടെ പാസ്വേഡ്, നിങ്ങളുടെ ലോഗിൻ നെയിമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യണം. ആൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുക, പിന്നെ പാസ്വേഡ് കൊടുത്ത് ഈ ഐ ആം നോട്ട് റോബർട്ട് ഇത് ക്ലിക്ക് ചെയ്ത് അത് ഓക്കെ ആക്കി നിങ്ങൾ താഴെ പോയി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഡീറ്റെയിലിൻ്റെ ആ കോളം വരും. അവിടെ വേണ്ടുന്ന ഡീറ്റെയിൽ കൊടുക്കുക. ആവശ്യമായ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്യുക. അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം. എല്ലാവരും സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.